ഞാൻ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ സ്പോട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ട്രെയിൻ സ്പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ ഷൊർണൂരിൽ പോത്തന്നൂർ വരെ വന്ന വീഡിയോ കണ്ടിട്ട് വാ. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിലാണ് നമ്മൾ പോത്തന്നൂർ വരെ പോകുന്നത്. അപ്പോൾ ഇതിപ്പോൾ കോഴിക്കോട് നിന്ന് ഷൊർണൂർ വരെ, കോഴിക്കോട് ഷൊർണൂർ പാസഞ്ചറായി ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറായി ഇവിടുന്ന് 8:20 പുറപ്പെടും. അപ്പോൾ നമ്മുടെ ഈ വണ്ടീൻ്റെ ലോക്കോ എന്ന് പറഞ്ഞാൽ അരക്കോണം സെഡിന്റെ ഒരു WP4 ആണ്. ഇതിന്റെ ലോക്കോന്റെ നമ്പർ വരുന്നത് 227-29. അപ്പോൾ ഞാൻ ഈ ട്രെയിനിന്റെ ലാസ്റ്റ് കോച്ചിലാണ് കയറുന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് കോച്ചിലാണ് ഞാൻ ഷൊർണൂർ മുതൽ പോത്തന്നൂർ വരെ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രെയിന് ആദ്യം കോഴിക്കോട് നിന്ന് ഷൊർണൂർ വരും, എന്നിട്ട് ഷൊർണൂരിലാണ് പിന്നെ കോയമ്പത്തൂരിലോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ട്രെയിനിന്റെ ഫ്ലൈറ്റ് ഷെയറിംഗ് ഡീറ്റെയിൽസ് എന്തായാലും ഫുള്ളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ സമയം 7:45 ഉള്ളൂ. നമ്മുടെ ട്രെയിൻ പ്ലാറ്റ്ഫോം നമ്പർ 3-ലാണ്. അപ്പുറത്ത് കിടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ കണ്ണൂർ എക്സ്പ്രസ്. നമ്മുടെ വണ്ടി ഓൺ ടൈമിന് തന്നെ ഷൊർണൂരിൽ എടുത്തിട്ടോ. നമ്മുടെ ഈ ട്രെയിനിന്റെ ഫസ്റ്റ് സ്റ്റോപ്പായ മാനന്നൂർ എത്തിയിരിക്കുകയാണ്. ഈ പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ട് എല്ലായിടത്തും സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ ഓൺ ടൈമിന് തന്നെ പാലക്കാട് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പാലക്കാട് ടൗണ് പൊള്ളാച്ചിന് വരുന്ന ലൈനാണ്. നമ്മളങ്ങനെ വാളയാർ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിലെ ലാസ്റ്റ് സ്റ്റോപ്പ് ഈ ട്രെയിനിന്റെ. ഒന്ന് 1:50 അവിടുന്ന് എടുക്കില്ല. കോയമ്പത്തൂരിൽ 1:50, ഇവിടെ 2 മണിക്ക്. ഇത് വരുന്നത് 4 കിട്ടില്ല. നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് കിടിലം വണ്ടിയാണ്.
നമ്മുടെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വരെ പോണ വന്ദേ ഭാരത്. പിന്നെ ഇവിടെ ഒരു ഗുഡ്സ് ട്രെയിൻ കിടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ BCN വെച്ച് മറ്റേ ഒരു WH9 ആണ് അസൻസോൾ ഷെഡിന്റെ. അപ്പോൾ നമ്മുടെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ അതിൽ കയറാനുള്ള ആൾക്കാരാണ് അവിടെ നിൽക്കുന്നത്. എന്നിട്ട് പോകുന്നത് മറ്റേ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിന്റെ ഫുൾ റൈഡ് ഷെയറിങ് ഞാൻ പറയാന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഒരുപാട് വണ്ടിയായിട്ട് റൈഡ് ഷെയറിങ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും ട്രെയിൻ നമ്പറും കാര്യങ്ങളൊക്കെ വെച്ചാണ്ട് വിശദമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഞാൻ കൊടുത്തേക്കാം. നിങ്ങൾ അവിടെ ചെക്ക് ചെയ്താൽ മതി. നമ്മുടെ എറണാകുളത്ത് നിന്ന് ടാറ്റാനഗർ പോണ എക്സ്പ്രസ്, അതുപോലെ തന്നെ മധുരയിൽ നിന്ന് കോയമ്പത്തൂർ പോണ എക്സ്പ്രസ് രണ്ടും ഒരുമിച്ചാണ് പോത്തന്നൂർ വന്ന് കയറുന്നത്. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്. അപ്പുറത്ത് കൂടെ മറ്റേ മധുരയിൽ നിന്ന് കോയമ്പത്തൂർ പോകണ ഇന്റർസിറ്റിയും കയറി വരുന്നുണ്ട്. ഈ മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ് തന്നെയാണ് പിന്നെ കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആയിട്ട് പോണേ. ഈ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് ജാർഖണ്ഡ് പോകാൻ അത്യാവശ്യം നല്ല ബെസ്റ്റ് വണ്ടിയാണ്. നമ്മുടെ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിനൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ മെച്ചം എന്തായാലും എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് തന്നെയാണ്. പിന്നെ ജാർഖണ്ഡ് പോകാൻ വേറെ ഒരു വണ്ടി ഉണ്ട്, നമ്മുടെ ഹട്ടിയ എറണാകുളം, ഒരു AC സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ഒരു അണ്ടർ റേറ്റഡ് വണ്ടിയാണെന്ന് പറയാം. ഒരു ഫുൾ AC വണ്ടിയാണ്, സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറിയാണ്. നമ്മുടെ ആലപ്പുഴ ധൻബാദും എറണാകുളം ടാറ്റാനഗറൊക്കെ എക്സ്പ്രസ് കാറ്റഗറിയാണ് വരുന്നത്. ഞാൻ പിന്നെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സിൽ എറണാകുളത്തിൽ ടാറ്റാനഗർ വരെ ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയ പ്രയോറിറ്റി ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. ഞാൻ തന്നെ പോയപ്പോൾ 6 ഓവർടേക്കാണ് അതിന് കിട്ടിയത്. ഫസ്റ്റത്തെ ദിവസം 2 എണ്ണവും പിന്നത്തെ ദിവസം 4 ഓവർടേക്കാണ് ആ വണ്ടി കിട്ടിയത്. പിന്നെ രാത്രി വേറെ വണ്ടി അതിന് ഓവർടേക്ക് അടിച്ചിക്കണമെന്ന് അറിയില്ല. പിന്നെ ആ വണ്ടിക്ക് ഇഷ്ടംപോലെ സ്ലാക്ക് ടൈം ഉള്ളത് കൊണ്ട് തന്നെ എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ടാറ്റാനഗർ എത്തിയത് ഒരു മണിക്കൂർ ലേറ്റേ ഉണ്ടായിട്ടുള്ളൂ. 1 മണിക്കൂർ ലേറ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ റെയിൽവേയെ സംബന്ധിച്ച് അതൊരു ലേറ്റേ അല്ല.
ഇനി നമുക്ക് അടുത്ത വണ്ടി മറ്റേ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് ഇപ്പോൾ വരും, അപ്പോൾ അതെടുക്കാം. ഇപ്പൊ സമയം 12 മണിയായിട്ടോ. അപ്പൊ ഇനി കോയമ്പത്തൂരിന് ഷൊർണൂർ പോണ ഒരു മെമു വരാണ്ട്. പോതന്നൂർ റെയിൽവേ സ്റ്റേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ 5 പ്ലാറ്റ്ഫോമാണ് ഉള്ളത്. അതായത് ഇവിടെ പാലക്കാടിലോട്ട് പോകാം, അതുമാതിരി കോയമ്പത്തൂരിലോട്ടും പോകാം, പിന്നെ പൊള്ളാച്ചിന്ന് വരുന്ന ഒരു ലൈനുണ്ട്. അപ്പോൾ ഈ 3 സൈഡിൽ നിന്നും വന്നു ചേരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ് ഈ പോതന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇവിടെ അധികം വണ്ടികൾക്കൊന്നും സ്റ്റോപ്പില്ല കേട്ടോ. ഇവിടെ മറ്റേ അധികം കോയമ്പത്തൂർ തന്നെയാണ് സ്റ്റോപ്പ്. പിന്നെ കോയമ്പത്തൂർ ബൈപ്പാസ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റും, നേരെ ഈറോഡ് സേലം ആ മെയിൻ ലൈനിലോട്ട് കയറാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ വണ്ടികളൊക്കെ പോതന്നൂരിൽ നിർത്തും. പിന്നെ ഇതിന്റെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ്, അപ്പൊ എന്തായാലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് ഇനി ഏതൊക്കെ വണ്ടികൾ എടുക്കാന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോകുന്ന ഇന്റർസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം വരുന്ന ഇന്റർസിറ്റി ഉണ്ട്. ഈ പോതന്നൂർ റെയിൽവേ സ്റ്റേഷൻ്റെ സ്റ്റേഷൻ ബിൽഡിംഗ് നിങ്ങൾ ശ്രദ്ധിച്ചു, നല്ല പഴക്കല്ലേ കാണാം. പഴക്കമുണ്ടെങ്കിലും കാണാൻ അടിപൊളിയാട്ടോ, അത്യാവശ്യം നല്ല പഴക്കമുള്ളൊരു സ്റ്റേഷൻ ബിൽഡിംഗ് ആണിത്. ഈ പോതന്നൂർ റെയിൽവേ സ്റ്റേഷൻ മറ്റേ സേലം ഡിവിഷൻ്റെ കീഴിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്റ്റേഷൻ അറിയാത്തവർക്ക് വേണ്ടി എവിടെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ സ്റ്റേഷൻ നമ്മുടെ പാലക്കാട് നിന്ന് കോയമ്പത്തൂർ പോകുമ്പോൾ കോയമ്പത്തൂർ എത്തുന്നതിൻ്റെ മുന്നുള്ള റെയിൽവേ സ്റ്റേഷനാണ് ഈ പോതന്നൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്.
ഇപ്പോൾ പോയതാണ് നമ്മുടെ കേരള എക്സ്പ്രസ്. നിങ്ങളിപ്പോൾ കണ്ടത് ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളം പോണ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആണ്. നേരത്തെ കണ്ടത് എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂർ പോണ ഇൻ്റർസിറ്റിയും. ഇൻ്റർസിറ്റി ഇപ്പോൾ ഒരു എക്സ്പ്രസ് കാറ്റഗറിയാണ്. പണ്ടിതൊരു സൂപ്പർ ഫാസ്റ്റ് കാറ്റഗറി ആയിരുന്നു. എന്നാലും ഇപ്പോഴും ഇതിൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നല്ല പ്രയോറിറ്റിയാണ്. സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിൻ്റെ പ്രയോറിറ്റി കിട്ടുന്നുണ്ട് എന്ന് തന്നെ, എപ്പോഴും കിട്ടുന്നുണ്ട് എന്ന് തന്നെ പറയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിസംബറിൽ ഞാൻ എറണാകുളത്ത് നിന്ന് ടാറ്റാനഗർ പോകുന്ന എക്സ്പ്രസ്സിൽ ഞാൻ എറണാകുളം മുതൽ ടാറ്റാനഗർ വരെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ ട്രെയിനിനെ ഒതുക്കിയാണ്ട് നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് ഓവർടേക്ക് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രയോറിറ്റി ഉള്ള വണ്ടിയാണ് എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ് എന്ന് പറയുന്നത്. ഈ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സിനെ ഓവർടേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അത് മാത്രമല്ല, എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ്സിനെ അന്ന് ഞാൻ പോയെന്ന് ഏതൊക്കെ ട്രെയിൻ ഓവർടേക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഷോർട്സ് ഒക്കെയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. ഞാൻ വീണ്ടും പറയാണ്, ഇത് എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ കേട്ടോ. യൂട്യൂബിൽ തന്നെ ഷോർട്സ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. അതുകൊണ്ട് ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏതായാലും ഒന്ന് ക്ഷമിക്കുക. സമയം ഇപ്പോൾ 1:30 ആയിട്ടോ. ഞാൻ 4:30 വരെയാണ് ഏതായാലും ട്രെയിൻ സ്പോട്ടിങ് ചെയ്യാൻ കരുതിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടുന്ന ട്രെയിൻസൊക്കെ എല്ലാം നമുക്ക് എടുക്കാം. പോത്തന്നൂരിൽ നിന്നാൽ നമുക്ക് ട്രെയിൻ സ്പോട്ടിങ് മാത്രമല്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ പ്ലെയിൻ സ്പോട്ടിങ് ചെയ്യാം. കാരണം ഇവിടെ കോയമ്പത്തൂർ എയർപോർട്ട് അടുത്തായതുകൊണ്ട് നമ്മുടെ പ്ലെയിനൊക്കെ വളരെ താഴ്ന്നു പോകും, നമുക്ക് ശരിക്ക് കാണാൻ പറ്റും. ഇപ്പോൾ പോയത് ഇൻഡിഗോയുടെ ഏതൊരു ഫ്ലൈറ്റ് ആട്ടോ. ഏത് ഫ്ലൈറ്റ് എന്ന് എനിക്കറിയില്ല. മറ്റേ ഫ്ലൈറ്റ് റഡാർ ആപ്പ് ഉണ്ടെങ്കിൽ നോക്കലില്ല. ഫോണിൽ ഇപ്പോൾ ഫ്ലൈറ്റ് റഡാർ ആപ്പില്ല. ഇനി നമുക്ക് ലേറ്റായിട്ട് വരുന്ന മറ്റേ ദിബ്രുഗഡ് കന്യാകുമാരി വിവേക്
അടുത്ത ട്രെയിൻ ഏതാ വരുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ കോയമ്പത്തൂർ മധുരൈ ഇൻ്റർസിറ്റി അതിപ്പോൾ ജസ്റ്റ് കോയമ്പത്തൂരിൽ നിന്ന് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇപ്പോൾ പോതന്നൂർ റെയിൽവേ സ്റ്റേഷനിലോടെ എത്തും. നല്ല വെയിലായതുകൊണ്ട് ഷെൽട്ടറിന്റെ അടിയിൽ നിന്ന് ആട്ടോ വീഡിയോ എടുക്കണത്. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ശരിക്കും മര്യാദക്കൊന്നും കിട്ടാത്തത്. നമ്മുടെ മേട്ടുപ്പാളയം പോതന്നൂർ മെമ്മൂണ് വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1. ഇപ്പോൾ നമ്മുടെ ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയതാണ് ശബരി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്. ഈ വണ്ടി പണ്ട് സൗത്ത് സെൻട്രൽ റെയിൽവേയുടെ വണ്ടിയായിരുന്നു. ഇപ്പോൾ ഇത് സദേൺ റെയിൽവേയുടെ ട്രിവാൻഡ്രം ഡിവിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന വണ്ടിയാണ്. ഇത് എക്സ്പ്രസ് ട്രെയിൻ അല്ല, ഇപ്പോൾ ഇത് സൂപ്പർഫാസ്റ്റ് കാറ്റഗറിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് മംഗലാപുരം ചെന്നൈ എക്സ്മോർ വണ്ടിയുമായിട്ട് എടുക്കാണ്ട്. നമ്മുടെ മംഗലാപുരം ചെന്നൈ എക്സ്മോർ എക്സ്പ്രസ് ഉണ്ടല്ലോ, അത് 3:25 കഴിയുമ്പോൾ തന്നെ പോതന്നൂർ വന്ന് കയറി. അത് ഇനി 3:45 പോയാൽ മതി. കാരണം ബിഫോർ ടൈം അടിച്ചാണ് വന്നേക്കുന്നത്. പാലക്കാട് വരെ ഈ വണ്ടി ലേറ്റ് ആയിരുന്നു. പിന്നെ ഇവിടെ പോതന്നൂർ സ്ലാക്ക് ടൈം ഉള്ളതുകൊണ്ട് ബിഫോർ ടൈം അടിച്ച് കയറിയതാണ്.
അപ്പോൾ ഞാൻ ഷൊർണൂർ കോയമ്പത്തൂർ പാസഞ്ചറിൽ വീഡിയോ എടുക്കാൻ നിൽക്കില്ല. കാരണം എന്താ വെച്ചാൽ ഷൊർണൂരിൽ നിന്ന് ഇങ്ങോട്ട് പോത്തന്നൂർ വരെയുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എടുക്കാൻ നിൽക്കില്ല. ഇപ്പം തന്നെ ഞാൻ ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോയ്ക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.